ഭയങ്കര ബുദ്ധിയാണല്ലേ, അത് ബുദ്ധി കൊള്ളാം. ഞങ്ങൾ വേണ്ടാന്ന് വെച്ചായിരുന്നു റിവ്യൂസ് കേട്ടിട്ട്, പിന്നെ ഒന്ന് കാണാന്നോർത്ത് വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു. ജോർജ് കുട്ടിച്ചേട്ടൻ പിന്നെ പറയാനുണ്ടോ, അടിപൊളിയായിരുന്നു. റിവ്യൂസ് കണ്ടിട്ട് മോശം അഭിപ്രായം കേട്ടിട്ടും പിന്നെ മോഹൻലാലിനോടുള്ള ഒരു ആരാധനയും കൊണ്ട് വന്നതാണ്. നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. അടിപൊളി. തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്, നല്ല പടവുമാണ്. ഫാമിലിക്കായിട്ടിരുന്ന് കാണാൻ പറ്റിയ പടവും. പിന്നെ നാലാമത് കാണണമല്ല, പിന്നെ എൻ്റെ അങ്ങനെയല്ല കൊണ്ട് നിർത്തിയേക്കണത്. കൊള്ളാം, അടിപൊളി. അടിപൊളി, കുഴപ്പമില്ല, നൈസ് പടം, കുഴപ്പമില്ല, അടിപൊളി, അടിപൊളി പടം. സൂപ്പറായിരുന്നു. നല്ലതാ, ഉറപ്പായിട്ടും നല്ലതായിരുന്നു. മൊത്തത്തിൽ എങ്ങനെയുണ്ട് ടോട്ടലി വർക്ക്? കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഇന്നിപ്പോ 8ാം ദിവസമായിട്ട് തിരക്കൊക്കെ എങ്ങനെയുണ്ട്? ഫുൾ ആളായിരുന്നു. അതെ, എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഫിലിമായിരുന്നു. റിവ്യൂ ഒക്കെ കേട്ടിട്ട് വന്നാണോ? നിങ്ങളുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തോ? അടിപൊളി സിനിമ. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല സിനിമയാണ്. പകുതി വരെ ഒരു ലാഗ്, അത് കഴിയുമ്പോൾ അടിപൊളി. ലാസ്റ്റ് ആകുമ്പോൾ സൂപ്പർ. എങ്ങനെയുണ്ട് ജോർജ് കുട്ടി? നിങ്ങളുടെയൊക്കെ മനസ്സിന് നിലനിൽക്കും? കൊള്ളാം, നിലനിൽക്കും. നല്ലതാ, അടിപൊളി. ജോർജ് കുട്ടി എങ്ങനെയുണ്ടായിരുന്നു? ജോർജ് കുട്ടി ലാസ്റ്റ് ആയപ്പോഴാണ് മനസ്സിലായത്. ജോർജ് കുട്ടിയുടെ ബുദ്ധി വീണ്ടും ബുദ്ധി ഭയങ്കര ബുദ്ധിയാണല്ലേ, അത് ബുദ്ധി കൊള്ളാം. ഋഷി അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കാത്തിരിക്കണം. 8ാം ദിവസമായിട്ട് തിരക്കൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഭയങ്കര തിരക്കാണല്ലേ. 200 കോടി കഴിഞ്ഞത് എവിടെ നിൽക്കുന്നു കൊടുത്തില്ല. ഫാമിലിയായിട്ട് കാണുമ്പോൾ ഹാപ്പിയായോ? സിനിമ 200 കോടി പിന്നിട്ടു. എത്ര കോടി വരെ പോകും നിങ്ങളുടെ എക്സ്പെക്ടേഷനിൽ? പറയാൻ പറ്റും. എങ്ങനെയുണ്ടായിരുന്നു നമ്മ ജോർജ് കുട്ടി ഈ വട്ടം വിജയിച്ചോ? ജോർജ് കുട്ടി എങ്ങനെയുണ്ടായിരുന്നു? ജോർജ് കുട്ടി പാരാണോ? സൂപ്പറായിരുന്നു. എന്തോ ജോർജ് കുട്ടി ചേട്ടൻ പിന്നെ പറയാനുണ്ടോ, അടിപൊളിയായിരുന്നു. അടുത്തൊരു ഭാഗത്തിനുള്ള കാത്തിരിപ്പുണ്ടോ? തീർച്ചയായിട്ടും. ഇനി മറന്നതാണോ? ഓ, തീർച്ചയായിട്ടും. പെരുന്നാളായിട്ട് സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടോ? ഫാമിലീസ് ഒക്കെ ഏറ്റെടുത്തപ്പോൾ ഭയങ്കര കളക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അടിപൊളി സിനിമ. എല്ലാവരുമായിട്ട് കാണുമ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? സൂപ്പർ. എല്ലാവരും വന്ന് കാണണം എൻ്റെ അഭിപ്രായം. 8ാം ദിവസമായിട്ട് തിരക്കൊക്കെ എങ്ങനെയുണ്ട്? നല്ല തിരക്കാണ്. അടിപൊളി സിനിമ. നല്ല മൂവിയാണ്, പക്ഷേ സെക്കൻഡിൻ്റെ അത്രയും ഒരു തോന്നിയില്ല. ഇത് കുറച്ച് നമുക്ക് കുറച്ച് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ചെയ്യുന്ന പോലെ തോന്നിയായിരുന്നു. പിന്നെ സെക്കൻഡ് അതിലെ ട്വിസ്റ്റൊക്കെ കൊള്ളായിരുന്നു. അടുത്തൊരു ഭാഗം എങ്ങനെ ആയിരിക്കുമെന്ന് അറിയില്ല. ഇത് കണ്ടിട്ട് ഇനി എങ്ങനെ ഇവർ ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. ഓക്കെ. റിവ്യൂസ് കണ്ടിട്ട് മോശം അഭിപ്രായം കേട്ടിട്ടും പിന്നെ മോഹൻലാലിനോടുള്ള ഒരു ആരാധനയും കൊണ്ട് വന്നതാണ്. നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. അന്ന് കണ്ടപ്പോൾ അടിപൊളി, പുറത്ത് പറയണ പോലെയൊന്നും അല്ല. ക്ലൈമാക്സ് കുറച്ച് ഇമോഷണലാണ്. കുഴപ്പമില്ല, നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് ഞാനിപ്പോൾ പറയല്ല. തിരക്കുണ്ടായി, നല്ല തിരക്കുണ്ടായി. ഇന്ന് പെരുന്നാളും കൂടിയാണല്ലോ, നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചായിരുന്നു റിവ്യൂസ് കേട്ടിട്ട്, പിന്നെ ഒന്ന് കാണാന്നോർത്ത് വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു. നല്ല പടം, എല്ലാവരും ഇഷ്ടപ്പെട്ടു. ഒരാളും കൂടി ഉണ്ട് വന്നോണ്ടിരിക്കുന്നത്. ഇത് കൂടുതൽ ആകാംക്ഷയായിരുന്നു, നല്ല ഉൾക്കണ്ടായിരുന്നു, ടെൻഷനായിരുന്നു. നല്ലായിരുന്നു, ഇഷ്ടപ്പെട്ടു. സൂപ്പർ, അടിപൊളി. പെരുന്നാളും ജോർജ് കുട്ടി തൂക്കിയോ? പെരുന്നാൾ തീർച്ചയായിട്ടും അടിപൊളി, നല്ലൊരു പടമായിരുന്നു. ദൃശ്യം 3 എന്ന് പറയുന്ന മൂവി സത്യം പറഞ്ഞാൽ കാണാൻ വരുമ്പോൾ തന്നെ ദൃശ്യം 4 ഉണ്ടാവുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ദൃശ്യം 4 ഉണ്ടാവുമെന്ന് തോന്നുന്നത് കണ്ടപ്പോൾ. നിങ്ങളുടെ
നമ്മുടെ കുടുംബ പ്രേക്ഷകർ ഹൃദയത്തിൽ തട്ടുന്ന മൊമെന്റുകളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരു കുടുംബത്തിന് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം കഴിഞ്ഞ 1, 2, 3 പാർട്ട് നമുക്ക് തന്ന ഒരു കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു അച്ഛൻ്റെ ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ മൂന്നാമത്തെ ഈ ഭാഗത്തിന് കൊണ്ടുവന്നത്. കൂടുതൽ ഈ സിനിമ ഫാമിലീസാണ് കയറുന്നത്. ഫാമിലീസിന് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഫാമിലീസ് ഹേർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു മറ്റേ സ്റ്റോറി കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. അത് മാത്രമല്ല ലാലേട്ടൻ്റെ ആ ഭാവവും അഭിനയമൊക്കെ നല്ലൊരു അച്ഛൻ്റെ 7 ദിവസം കൊണ്ട് പടം 200 കോടി കഴിഞ്ഞു. ഇപ്പോൾ എത്ര കോടി വരെ പോകുന്നതാണ് നിങ്ങളുടെ പ്രതീക്ഷ? അത് ബഡ്ജറ്റ് നമുക്ക് പറയാൻ കഴിയില്ല. അത് ഫാമിലി ഫുള്ളി എൻ്റർടൈൻമെൻ്റ് ആണ്, ഫാമിലി മൂവിയാണ്. ഓക്കെ, താങ്ക് യു.